സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല, അത് ലോകത്തിന് നാശമാണ്. അതേസമയത്ത് LDFൻ്റെ നേതാവായ മുഖ്യമന്ത്രിയോടടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മതവിരുദ്ധമായി നിങ്ങൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങളതിനെ എതിർക്കും. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നമുക്ക് അത്ഭുതമുണ്ട്. അയാൾ എന്തിനാ ഇതെല്ലാം പറയുന്നത്? LDF എന്ന നിലക്ക്, അത് CPM ഉണ്ട്, അല്ലാത്ത പാർട്ടികളുണ്ട്. LDFനോട് ഞങ്ങൾക്ക് കുറച്ച് അടുപ്പമുണ്ടായിട്ടുണ്ട്. സമത്വം ഉണ്ടായതുകൊണ്ട് ആണ് ഇവരെ ഒരു അടിസ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗങ്ങളും നടന്നു വരുന്നത്. ഇത് മൂന്നാമത്തെ കേരള യാത്രയാണല്ലോ. ആദ്യത്തെ 2 കേരള യാത്രകൾ കഴിഞ്ഞു. അപ്പോൾ ആ 2 യാത്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇത്രയും കേരളത്തിൻ്റെ പകുതി എത്തിയല്ലോ. എന്താണ് വ്യത്യാസം തോന്നുന്നത് ആ 2 യാത്രകളിൽ നിന്ന്? ഇതിലെ വ്യത്യാസം നമ്മൾ തട്ടി ഉണർത്തിയ യുവാക്കൾ എല്ലാം ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, ബോധവാന്മാരായിട്ടുണ്ട് എന്നൊരനുഭവമാണ് ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ ആദ്യത്തെ യാത്രയിൽ പങ്കെടുക്കാത്തവർ അല്ലെങ്കിൽ മാറി നിന്ന ആൾക്കാരൊക്കെ ഈ യാത്രയായിട്ട് വളരെ കൃത്യമായിട്ട് സഹകരിക്കുന്നത് കാണുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അതെ, അത് ശരിയാ. അത് ഞങ്ങൾ അത് വകവെക്കുകയില്ല. ആര് മാറി നിന്നാലും ആര് കൂടിയാലും ഞങ്ങൾ അതിനെ വകവെക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഈ രാജ്യത്തെ ബഹുജനങ്ങൾ ഞങ്ങളുടെ പിന്നിലാണ് ഉള്ളത് എന്നും ബോധ്യപ്പെട്ടപ്പോൾ എല്ലാവരും ഇതിൽ സംബന്ധിക്കുന്നു. ഇപ്പോൾ സംബന്ധിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാവർക്കും വളരെ ആഗ്രഹം തന്നെയാണ് ഇതിലൊന്ന് സംബന്ധിക്കാനും സ്റ്റേജിൽ സീറ്റ് കിട്ടാനും സംസാരിക്കാനും എല്ലാം വളരെയധികം ആഗ്രഹത്തോടു കൂടി മുമ്പോട്ട് വരികയാണ്. നമ്മുടെ ഈ ലക്ഷ്യം അത് തന്നെയാണ്. നമുക്ക് ആരെയും അകത്തിക്കളയൽ ലക്ഷ്യമില്ല. എല്ലാവരെയും അടുപ്പിച്ച് കൊണ്ടുവന്ന് രാഷ്ട്രീയം അത് വരും പോകും, അത് നമ്മൾ അനുഭവത്തിൽ കാണുന്നതാണല്ലോ. ഭരണം അത് പലപ്പോഴും പോകും, പലപ്പോഴും വരും. അത് നോക്കി ഞങ്ങളുടെ ആദർശം മാറ്റാൻ പറ്റുകയില്ല. ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിക്കണം എന്ന ബോധമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇവിടെ 70% അതിലധികമോ ഉള്ളത് നോൺ മുസ്ലിംസാണ്. ഇതൊക്കെ ബോധമുള്ളവരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം അല്ലാത്തവർക്കും മുസ്ലിംകൾക്കും ജീവിക്കാനും അവരുടെ മതങ്ങൾ നീതിയുക്തമായി പ്രചരിപ്പിക്കാനും അധികാരമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. ആ നിലയിൽ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എതിര് അല്ലെങ്കിൽ അനുകൂലം എന്ന് ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും അടുത്ത് വരാൻ കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഇത്തരം സമ്മേളനങ്ങളിലൊക്കെ ഒരു ഐക്യത്തിൻ്റെ ആഹ്വാനം കേൾക്കുന്നുണ്ട്. സുന്നി ഐക്യം. കാരണം ഇതൊക്കെ കുറേ പറയാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഒരു 10 കൊല്ലം മുമ്പായി ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഈ കൂടുതൽ അടുത്ത് വരുന്നതായിട്ട് ഉസ്താദിന് തോന്നുന്നുണ്ടോ? സുന്നി ഐക്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ എല്ലാ അടയാളങ്ങളും നമുക്ക് മനസ്സിലാക്കിയത്. ഇനി പേരിൽ മാത്രം ചില സംഘടനകൾ ഐക്യപ്പെടാനുണ്ട്. അത് സന്ദർഭം വരുമ്പോൾ
ഐക്യപ്പെടാനുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള നീക്കം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ പരിപാടിയെ എതിർക്കാനും അതിനെ പരാജയപ്പെടുത്താനും ആളുകൾ ശ്രമിച്ചവരുണ്ടായിരുന്നു. ഇന്നതൊന്നും ഇല്ലാത്തത് മാനസികമായി എല്ലാവരും ഐക്യത്തിലാണ്. ഇനി എന്തെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. അത് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എല്ലാ മതങ്ങളും തമ്മിലുള്ള ഐക്യമാണ്, രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഐക്യമാണ്. അപ്പോൾ ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്. മറ്റു പല സ്ഥലത്തും മറ്റു പല പാർട്ടികളും ഭരിക്കുന്നുണ്ട്. ഈ ഭരിക്കുന്ന ആളുകൾ ആരായാലും നമ്മുടെ ആശയം പറയാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ പല പദ്ധതികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഡൽഹി അനുമതി തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് കൽക്കത്ത, അതേപ്രകാരം UP, UPയിലെ പെട്ട പല സ്ഥലങ്ങളും. അവിടെയെല്ലാം ഞങ്ങളുടെ മദ്രസകളും സ്കൂളുകളും വിദ്യാഭ്യാസ സംരംഭങ്ങളും ഉണ്ട്. അതിനൊന്നും ഒരു തടസ്സവുമില്ലാതെ എല്ലാ ഗവൺമെൻറ്റും നമുക്ക് അനുകൂലമായിട്ട് നിന്ന് വരുന്നത് ഞങ്ങൾക്ക് പാർട്ടി ഇല്ലാത്തത് കൊണ്ടാണ്. സമസ്ത രൂപീകരിച്ചിട്ട് ഇപ്പം 100-ാം വർഷം ആവുകയാണല്ലോ. അപ്പോൾ ആ രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്ന ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള ഈ പുത്തൻവാദികളെ അല്ലെങ്കിൽ വിധേയ കക്ഷികളെ നേരിടുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ശ്രമത്തിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് 100-ാം വർഷം ആകുമ്പോഴേക്ക്? അതിൽ പുത്തൻവാദികളെ നേരിടുക എന്ന് പറഞ്ഞാൽ അതിന് മൗലികമായ ഒരു തത്വമുള്ളത്. ഒരു പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധന ഒരു പുതിയ രൂപത്തിലായി മാറ്റണമെന്ന് ചില പുത്തൻവാദികൾ വാദിക്കുമ്പോഴാണ് അവിടെ രണ്ട് കക്ഷിയായി പിരിയുന്നു. അങ്ങനെ ഐക്യസംഘം എന്ന പേരിൽ സംഘടന രൂപീകരിക്കുകയും ആ ഐക്യസംഘത്തിൻ്റെ പേരിൽ എല്ലാ മഹല്ലത്തുകളിലും പള്ളികളിൽ നടക്കുന്ന ഖുതുബയും നിസ്കാരവും ബാങ്കും ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ മാറ്റണമെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഭിന്നിപ്പുണ്ടായത്. അപ്പോൾ ആ ഭിന്നിപ്പ് ഇല്ലാതെയാക്കാന്ന് പറയുമ്പോൾ ജനങ്ങളുടെയുള്ള ഭിന്നിപ്പ് ഇല്ലാതെയാക്കലാണ് അതുകൊണ്ടും ലക്ഷ്യം. മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. അപ്പോൾ ആ സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം അതിൽ പൂർണ്ണ വിജയമുണ്ട് എന്നാണ് കരുതുന്നത്. പൂർണ്ണ വിജയം എന്ന് പറയാൻ പറ്റില്ല, വലിയ വിജയമുണ്ട്. സമസ്ത ഉണ്ടായതുകൊണ്ട് ആണ് ഇവിടെ ഒരു അടിസ്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ട് മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗങ്ങളും നടന്നു വരുന്നത്. അടിസ്ഥാനമില്ലാതെ ഓരോ വ്യക്തിയും അവർക്ക് തോന്നിയ നിലയിൽ നടത്തിയാൽ സമാധാനം ഉണ്ടാവുകയില്ല. സമാധാനം ഉണ്ടാവണമെങ്കിൽ ബേസിക്കായി ഒരു നിയമനിർമ്മാണം വേണം. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ വലിയ വലിയ വിദഗ്ധന്മാർ ഇരുന്ന് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കി. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാ രാഷ്ട്രങ്ങളും, സൗദി ആവട്ടെ, UAE ആവട്ടെ, ഒമാൻ ആവട്ടെ, ഈജിപ്ത് ആവട്ടെ, ഏതായിരുന്നാലും എല്ലാവരും ഇന്ത്യൻ ഭരണഘടനയെ അഭിനന്ദിക്കുകയാണ്.
ഇന്ത്യയിൽ എണ്ണിയാൽ തീരാത്ത മതക്കാർ ഉണ്ട്, സംസ്കാരവുമുണ്ട്. അതെല്ലാം ഇവിടെ നടത്തുന്നതിന് ഒരു തടസ്സവും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഒരു മൈക്ക് പെർമിഷൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്ന ഒരു നോട്ടമല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ മൈക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കില്ല. ഗവൺമെൻറ് ആരും ഭരിച്ചാലും കൊടുക്കാതിരിക്കില്ല. അപ്പോൾ മറ്റൊരു ലൈസൻസ് ഇവിടെ ആവശ്യവുമില്ല. മതം പ്രചരിപ്പിക്കാനും മദ്രസ ഉണ്ടാക്കാനും മദ്രസയുടെ കെട്ടിടത്തിന് പഞ്ചായത്ത് കെട്ടിട നിയമം നോക്കുകയല്ലാതെ അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഒരു പഞ്ചായത്തും നോക്കാറില്ല. അങ്ങനെ നോക്കാത്തത് ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാ മതവിഭാഗത്തിനും ഉണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ബോധം ഉണ്ടാക്കിയെടുത്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ്. ആ സംഘടന ഇവിടെ ഉണ്ടായതുകൊണ്ട് പുത്തൻ പ്രസ്ഥാനക്കാർക്ക് വളരാൻ സാധിച്ചിട്ടില്ല. പുത്തൻ പ്രസ്ഥാനക്കാരിൽ സ്വരാഷ്ട്ര വാദമുള്ളവരുണ്ട്, അതുപോലെ വ്യക്തികൾക്ക് നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെ പല വാദക്കാരുമുണ്ട്. അങ്ങനത്തെ ആളുകളൊന്നും രംഗത്ത് വരാതെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഉള്ള ഭരണഘടനയും അതുപോലെ ഓരോ നാട്ടിലും അനിവാര്യമായ വിദ്യാഭ്യാസങ്ങളും നടത്തി വരുന്നതിന് യാതൊരു തർക്കവും ഇന്നുവരെ ഇവിടെ ഇല്ല. അതില്ലാതാക്കിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകൃതമായത് തന്നെയാണ്. ഇവർ ഈ മുജാഹിദുകളുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ അവരാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി, സ്ത്രീ വിദ്യാഭ്യാസം, അത്തരം കാര്യങ്ങളിൽ അവരാണ് മുന്നോട്ടുണ്ടായത്, അവരാണ് നവോത്ഥാനം കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അതെ, അത് അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ അവർക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സുന്നികൾ ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും എടുത്തിട്ട് അവകാശപ്പെടുക. അപ്പോൾ അവർക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയും. അല്ലെങ്കിൽ ഞങ്ങളിവിടെ എല്ലാമുണ്ട്, നിങ്ങളിപ്പോൾ ഇറങ്ങി വരണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾ തട്ടിക്കളയും. അത് തട്ടാതിരിക്കാൻ അവർ കണ്ടുപിടിച്ച ഒരു കൗശലമാണത്. അല്ലാതെ അവരിവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവർ ഈ ഭിന്നിപ്പ് തന്നെയാണ് കൊണ്ടുവന്നത്. മതം പറയുന്നവർ മതം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ അവിഭക്ത സമസ്തയിൽ നിന്നെത്തുമ്പോൾ നമ്മുടെ സമസ്തേനെ വേറിട്ടതായിട്ട് പറയുന്നൊരു ഘടകം തന്നെ. അപ്പോൾ ഇവിടെ ഓൾറെഡി SSF ഉണ്ട്, SYS ഉണ്ട്, അങ്ങനെ ഒത്തിരി സംഘടനകൾ, SJM ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിം ജമാഅത്ത് എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ ആവശ്യം വന്നാൽ രാഷ്ട്രീയത്തിലേക്കും ഉണ്ടാകും എന്നുള്ളൊരു സിഗ്നൽ എന്നല്ല. SSF വിദ്യാർത്ഥികൾക്ക് ഉള്ളതാണ്, SYS യുവാക്കൾക്ക് ഉള്ളതാണ്. ഈ യുവത്വം കഴിഞ്ഞിട്ട് പ്രായം ചെന്ന ആളുകൾക്ക് പ്രവർത്തിക്കാനൊരു മണ്ഡലം ഇല്ലെങ്കിൽ അവരെ ഒന്നിനും കിട്ടില്ല. അപ്പം അവർക്ക് കൂടി ഭാഗവാക്കാവുന്ന ഒരു സംഘടന, അതാണ് മുസ്ലിം ജമാഅത്ത്. അതിൽ യുവാക്കളോട് കൂടെ പ്രായം ചെന്നവർക്കും ചേർന്ന് പ്രവർത്തിക്കാം. 100 വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവർക്കും മെമ്പർ ആകാം. അതിനുവേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപം കൊടുത്ത സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അല്ലാതെ വേറെ അവർ കുറേ ആൾ കുഴിച്ചു കൊടുത്തതല്ല. സമസ്ത എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ സംഘടനയാണ്. SSF വിദ്യാർത്ഥികൾക്കുള്ളതാണ്. SYS യുവജന സംഘത്തിനുള്ളതാണ്. യുവത്വം കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രവർത്തിക്കാതെ
അടങ്ങി ഒതുങ്ങി വീട്ടിൽ കൂടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ മരണം വരെ പ്രവർത്തിക്കാനുള്ള ഓരോ മാർഗവും മണ്ഡലവും ഉണ്ടാക്കിക്കൊടുത്തു എന്നാണ് മാത്രമേ കേരള മുസ്ലിം ജമാഅത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ 89 പിളർപ്പുണ്ടാകുമ്പോൾ ഉസ്താദ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഉലമാക്കളുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിന് കീഴടങ്ങരുത് എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളല്ല നയിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. ആ ഒരു നിലപാടിലേക്ക് മൊത്തത്തിൽ ഇപ്പോൾ മുസ്ലിം സമുദായം എത്തിച്ചേർന്നിട്ടുണ്ട്. അന്ന് ഉസ്താദെടുത്ത നിലപാടായിരുന്നു ശരി എന്ന് പിന്നീട് കാലത്ത് ആളുകൾക്കും ബോധ്യപ്പെട്ടു വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് നാം കാണുന്നില്ലേ, ഭരിക്കുന്ന കക്ഷി കൊണ്ടുവരുന്ന എല്ലാ ബില്ലിനെയും പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നു. അത് ഗുണമോ ദോഷമോ എന്ന് നോക്കുന്നില്ല. പ്രതിപക്ഷം ഒരു ബില്ല് കൊണ്ടുവന്നാൽ അതിനെ ഭരണപക്ഷം എതിർക്കുന്നു. അങ്ങനെ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന രണ്ട് ഭാഗമാക്കിയിട്ട് നോക്കുകയല്ലാതെ ഈ കൊണ്ടുവന്ന് വിഷയം ചെയ്യോ തെറ്റോ എന്ന് പരിശോധിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നില്ല. അത് കണ്ടേ പറ്റൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രത്യേകമായി ഒന്നും കൊണ്ടുവരാൻ ആർക്കും അധികാരമില്ല. അത് പൂർവ്വ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിനെതിരായി മറ്റൊന്നിവിടെ വരാൻ ആരെയും അനുവദിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ യാത്രയിലെ മുദ്രാവാക്യം, പ്രധാനപ്പെട്ട മുദ്രാവാക്യം മനുഷ്യത്വം ആണല്ലോ, അതിനെ കേന്ദ്രീകരിച്ചാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ഇതൊക്കെ നമ്മുടെ ചില പ്രസ്താവനകളൊക്കെ വരുന്നു പല ഭാഗങ്ങളിൽ നിന്നും. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അങ്ങനെ ഒരു വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ്? അല്ലല്ല, ഉസ്താദിൻ്റെ യാത്രയിലല്ല, ആ സമയത്ത് പുറത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, അതായത് ഉസ്താദ് ഈ മനുഷ്യത്വം അല്ലെങ്കിൽ ഏകത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്താണ് സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, പിന്നെ CPM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രസ്താവന, അതൊക്കെ വാസ്തവത്തിൽ ഈ യാത്ര എന്തിനു വേണ്ടിയാണോ അതിന് നേരെ വിപരീതമായിട്ടല്ല അത് നടക്കുന്നത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നമുക്ക് അത്ഭുതമുണ്ട്. അയാൾ എന്തിനാ ഇതെല്ലാം പറയുന്നത്? ഞങ്ങൾ അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയോ അദ്ദേഹത്തിൻ്റെ സമുദായത്തെയോ പരാമർശിച്ചിട്ട് പോലുമില്ല. എവിടെയും പരാമർശിച്ചിട്ടില്ല. രഹസ്യമായും പരസ്യമായും പരാമർശിച്ചിട്ടില്ല. പിന്നെ എന്തിന് അദ്ദേഹം ഇങ്ങനെ വെറുതെ കാൽമലെടുത്ത് മൂലയിൽ വെച്ച കത്തി കാലിലെടുത്ത് എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുപോലെ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരിക്കാം. അതിന് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. നമ്മൾ പറയുന്നത് മേലിലും അങ്ങനെ ഒരു സ്വന്തം അഭിപ്രായം എടുത്തുവിട്ട് ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിലാക്കണ്ട. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ യുവസംഘം അദ്ദേഹത്തിൻ്റെ കൂട്ടം പോകുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. യുവസംഘമെല്ലാം അദ്ദേഹം പറയുന്നത് അത് മൂളി കേൾക്കാൻ ഉള്ളവരല്ല. അതുപോലെ ഈ ഇവിടെ ഈ പിളർപ്പുണ്ടായ സമയത്ത് പൊതുവേ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ CPM-ഉമായിട്ട് ഉസ്താദിന് ഭയങ്കര അടുപ്പമാണ്. CPM-ന് ആണ് ഈ നമ്മുടെ സമസ്തയുടെ പിന്തുണ, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത കാലത്ത് CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഈ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ മൊത്തം അകറ്റിയിട്ടുണ്ട്. CPM എന്ന നിലക്കല്ല, LDF എന്ന നിലക്ക്. അത് CPM ഉണ്ട്, അല്ലാത്ത പാർട്ടികളുണ്ട്. LDF-നോട് ഞങ്ങൾക്ക് കുറച്ച്
അടുപ്പമുണ്ടായിട്ടുണ്ട്. അത് UDF-ൽപ്പെട്ട ഒരു കക്ഷി ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കാൻ വന്നപ്പോൾ നമ്മൾ LDF-ഉമായിട്ട്, അതേ സമയത്ത് LDF-ൻ്റെ നേതാവായ മുഖ്യമന്ത്രിയോടടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മതവിരുദ്ധമായി നിങ്ങൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങളതിനെ എതിർക്കും, അല്ലാതെ ഞങ്ങൾക്ക് അടങ്ങി നിൽക്കാൻ കഴിയില്ല. അതിന് ഉദാഹരണമായിട്ട് മറ്റേ ദേശാഭിമാനിയിൽ എന്തോ ഒരു ലേഖനം ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾക്കെതിരായി വന്നു. ഞങ്ങളന്ന് തന്നെ അതിനെ എതിർത്തു. സിറാജ് ലേഖനം എഴുതി, പ്രസ്താവനയും കൊടുത്തു, എല്ലാം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലല്ലോ. അവരെ പാർട്ടിക്കാരെന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിച്ച് അതിനൊരു ന്യായം കണ്ടെത്തി. ഞങ്ങൾ മതപരമായ കാര്യങ്ങൾ പറയാനുള്ളതാണ് സമസ്ത. ആ മതപരമായ കാര്യത്തിൽ ആര് എതിർപ്പ് പറഞ്ഞാലും അത് ശരിയല്ല എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതല്ലാതെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കും ഇല്ലല്ലോ. ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടയാളമാണ് നമ്മുടെ ഈ കേരള യാത്രയിൽ നിങ്ങളാദ്യം പറഞ്ഞതുപോലെ പണ്ട് എതിർത്തവരും എല്ലാ ആളുകളും ഇപ്പോൾ അണിനിരക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിലായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനോടുള്ള അങ്ങോട്ടുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, മുസ്ലിം ലീഗ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഞങ്ങളൊരു പാർട്ടിയോട് അടുപ്പവും വിദൂരതയും ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് അടുക്കുന്ന എല്ലാവരെയും അടുപ്പിച്ചെടുക്കുക, അതല്ലാതെ മുസ്ലിം ലീഗ് എന്ന ആ പേരിലോ അല്ലെങ്കിൽ CPM എന്ന പേരിലോ ഞങ്ങളുടെ പ്രവർത്തനം ഇതുവരെ അനുകൂലവും പ്രതികൂലവും ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായം ഇപ്പോൾ ഈ ഐക്യം മതപരമായ കാരണങ്ങൾ കൊണ്ടാണോ, അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുണ്ടായതാണ്? എൻ്റെ ഐക്യമോ? ഐക്യം രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഐക്യമുണ്ടായോ ഇല്ലേ എന്നിപ്പോൾ ഇലക്ഷൻ വരുമ്പോഴേ നമുക്ക് തിരിയുള്ളൂ. ഇവിടെ ജനങ്ങൾ പരസ്പരം എതിർക്കുന്നത് കുറച്ചിരിക്കുന്നു എന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാർ, ഇതിൻ്റെ ഉപചോദ്യമായിട്ട് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങൾ പറഞ്ഞു ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരുമായിരിക്കും, പക്ഷെ ഞങ്ങൾ അതിന് തയ്യാറാണ്, ഇരുകൂട്ടരും. അപ്പോൾ അതിൽ വലിയൊരു സംഭവമായിരിക്കും മുസ്ലിം ലീഗുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും ഒരു അത് നമ്മൾ ഊഹിക്കല്ലേ. തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ തെറ്റിയിട്ട് പിന്നെ യോജിച്ചപ്പോൾ സെക്രട്ടറിമാരെ വർദ്ധിപ്പിക്കുക എന്നാണ് അവർ തീരുമാനത്തിൽ കണ്ടെത്തിയത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അല്ലേ? 100 സെക്രട്ടറി, 200 സെക്രട്ടറി. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഞങ്ങൾ സെക്രട്ടറി പ്രസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്ത് പറയല്ല. വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഉള്ളൊരു വിട്ടുവീഴ്ച എന്ന് തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 80 അംഗ മുഷാവറയാക്കേണ്ടി വരുമോ? 2 മുഷാവറയും കൂടി? അതൊക്കെ അന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ തങ്ങളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് നമുക്കറിയില്ല. ഈ മുസ്ലിം ലീഗിന് താങ്കളുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ ഈ വന്ന മാറ്റം എന്നുള്ളത് ഈ സുന്നി ഐക്യവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ വളരെ ബന്ധമുണ്ട്. മുസ്ലിം ലീഗ് ഇപ്പോൾ ഞങ്ങളോട് അടുത്തുനിന്നോ
വിട്ടുന്നോ ഞങ്ങളിപ്പോൾ വന്നു ഒരിക്കലും പറയുന്നില്ല. മുസ്ലിം ലീഗിലുള്ള വളരെ നല്ല ബുദ്ധിമാന്മാർക്ക് കാര്യം ഗ്രഹിക്കാൻ സാധിച്ചു. ഇവിടെ യോജിച്ചു പോകലാണ് രാജ്യത്തിൻ്റെ നന്മ എന്ന്. അതുകൊണ്ട് അവരിൽ പലരും അടുത്ത് വരുന്നുണ്ടാവും. ഈ വിയോജിപ്പിൻ്റെ സമയത്ത് ഈ മഹല്ലുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവുക, കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം. അതൊക്കെ മഹല്ലുകളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ഒരുമിച്ച് തന്നെ പല മഹല്ലുകളിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു സുന്നികൾക്ക്. അതൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ട്. ഒരു ഭിന്നപ്പിൻ്റെ അല്ലെങ്കിൽ പരസ്പര പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഭിന്നിപ്പായിട്ട് എത്ര കാലത്തോളം പോകും, അത് നടക്കില്ല. അപ്പോൾ ഭിന്നിപ്പില്ലാതെ ഇരിക്കണമെന്ന് നേരത്തെ ഉദ്ദേശിക്കുന്ന അത് പ്രാബല്യത്തിൽ വന്നു എന്നേ ഉള്ളൂ, എന്നല്ലാതെ ഒരു പുതുതായിട്ടൊന്നും വന്നതൊന്നല്ല. അതെ, ഇന്ന് മാനവികതയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യങ്ങളായിട്ടാണ് സംസ്ഥയുടെ പരിപാടികളായിക്കോട്ടെ കേരള യാത്രകളായിക്കോട്ടെ ഒക്കെ പോകുന്നത്. എന്നാലും അതേ സമയത്ത് തന്നെയാണ് പറയുന്നത് സലഫികളോട് അല്ലെങ്കിൽ വഹാബികളോട് സലാം പറയുന്നത് പോലും നമ്മൾ ഇതാക്കില്ല. അത് അപ്പോൾ അതൊരു രണ്ട് ഇതായിട്ട് പോകുന്നില്ലേ? അല്ലെങ്കിൽ അത്രമാത്രം വിരോധം വെക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഒരു ചാപ്പ കുത്തലല്ലേ സലഫികൾ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇവിടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CPM നിന്ന് സസ്പെൻഡ് ചെയ്തു, ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും അവരെ സജീവ പ്രവർത്തകന്മാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സസ്പെൻഡിൻ്റെ അർത്ഥം മടക്കിയെടുക്കാൻ പറ്റിയാൽ മടക്കിയെടുക്കാം, ഇപ്പം അവരുമായി ബന്ധമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അതൊരു ഈ സുന്നി അല്ലാത്ത പുതിയ ആശയം കൊണ്ടുവരുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അപ്പുറത്തിൻ്റെ അർത്ഥം. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയുന്നതല്ലേ അല്ലേ? ഇപ്പോൾ CPM എത്ര ആളുണ്ട് സസ്പെൻഷൻ ചെയ്യിക്കുന്നവർ? CPI എത്ര ആൾ സസ്പെൻഡ് ചെയ്തു? മുമ്പ് മന്ത്രിയായിരുന്ന ആളുകൾ വരെ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുമായിട്ട് അകന്ന് നിൽക്കാന്ന് തന്നെയല്ലേ? അതുപോലെ തന്നെ ഇതും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ സുന്നിയിലൊക്കെ മടക്കി വന്നിട്ടുണ്ട്, പാർട്ടിയൊക്കെ മടക്കി പോയ. അല്ല, മുജാഹിദുകളുമായിട്ടുള്ള ബന്ധത്തിൽ അത് ആശയപരമായിട്ടാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല എന്ന് പറയാറുണ്ട്. ആ വ്യക്തിയെ അല്ല, ഉറപ്പ് തീർച്ച. അതാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെ സസ്പെൻഷൻ ഉദാഹരണം പറഞ്ഞത്. അവർ CPI കുറേ ആളെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത ആളുകളെ വ്യക്തി അല്ല, അവർ ചെയ്തത് പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കല്ലോ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ല, അവരോട് സലാം പറയരുത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സലാം പറയലും അങ്ങനെ പല ചിട്ടകളുണ്ട് സുന്നികൾക്ക്. അത് നിർത്തുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുമല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ശരിയല്ല, ഞാൻ സമുദായത്തിൻ്റെ കൂടെ ഉണ്ടാവേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി അവർ ആ മോശമായ ആശയത്തിൽ നിന്ന് മടങ്ങും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മടങ്ങിയിട്ടുണ്ട്. താങ്കൾ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ്. അപ്പം ഇപ്പോൾ 12 വർഷമായിട്ട് BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഈ BJP അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ അവസ്ഥകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? ഒരു പേടി ഉണ്ടായിരുന്നു, BJP ഭരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സേഫ് അല്ല, ആയിരിക്കില്ല. ഗ്രാൻഡ് മുഫ്തി എന്നാൽ ഞങ്ങൾ ഡൽഹിയിൽ പലപ്പോഴും യോഗം ചേരാറുണ്ട്. അതിൽ ഇന്ത്യ രാജ്യത്തുള്ള മറ്റു വലിയ ഓരോ തരത്തിലുള്ള മുഫ്തിമാരെല്ലാം ആ യോഗത്തിൽ വരികയും യോഗത്തിൽ വന്നിട്ട് ഇവിടെ മുസ്ലിംകൾക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് കിട്ടേണ്ടുന്ന ഗുണങ്ങളും പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് പറഞ്ഞിട്ടും ഉണ്ട്.
അതുകൊണ്ട് മുഫ്തികളാകുക എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യത്തിൽ മറുപടി കൊടുക്കാനാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്നിലധികം പ്രാവശ്യം കാണുകയും അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൗരത്വം വന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 50ഓളം ആളുകൾ ഇന്ത്യ രാജ്യത്തുള്ള മുഫ്തിമാർ ഡൽഹിയിൽ ഒന്നിച്ചു കൂടി പ്രധാനമന്ത്രിയോട് സമയം വാങ്ങി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് പ്രതികൂലമായിട്ടൊന്നും അന്ന് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഇന്ത്യയിലെ പൗരത്വം, അത് മുസ്ലിമിനും പൗരത്വം കൊടുക്കണം, അതാണ് അവിടെ തർക്കമുണ്ടായത്. പുറമേ നിന്നായി വന്നാലും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മറ്റ് ആളുകൾക്കും എല്ലാം കൊടുക്കാമെന്നും മുസ്ലിംകൾക്ക് കൊടുത്തുകൂടാമെന്നാണല്ലോ ഉണ്ടായത്. അതിനെതിരായി ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ട സമയത്ത് വിശദമായി സംസാരിക്കുകയും അദ്ദേഹം ഈ കാര്യത്തിൽ ചിന്തിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് BJP അധികാരത്തിൽ വന്നാലും ആര് വന്നാലും പറയുന്ന കാര്യങ്ങൾ അവരോട് പറയും. അതിനൊക്കെ സംഘടനയും ശക്തിയുമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്ത്രീകളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിൽ ചില സുന്നി പണ്ഡിതന്മാർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ പൊതുരംഗത്ത് ഇങ്ങനെ വന്ന് സമരങ്ങളിൽ പിന്നെ ഇതുപോലുള്ള പ്രകടനങ്ങളിലൊക്കെയുള്ള സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച് വാസ്തവത്തിൽ സ്ത്രീകളുടെ ഈ പൊതുരംഗത്തെ അപ്പോൾ താങ്കളുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രസ്താവനകളാണ് പണ്ട് വിവാദമാവാറ് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അത് എന്താണ് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണോ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സ്ത്രീകൾ അങ്ങനെ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ആഹ്ലാദ പ്രകടനങ്ങളിൽ ചില സ്ഥലത്തൊക്കെ അതിന് കവിഞ്ഞ് ഉണ്ടായി എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളതിന് ഉത്തരവാദപ്പെട്ട നേതാക്കളോട് അത് സംബന്ധമായി സംസാരിച്ചിട്ടും ഉണ്ട്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് പണ്ഡിതന്മാരുടെ ചുമതല തന്നെ. സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല, അത് ലോകത്തിന് നാശമാണ് എന്ന് പണ്ട് പറയുന്നത് ഇപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും പറയണം. അല്ലെങ്കിൽ രാജ്യം തന്നെ ഫസാദായി പോകും. അതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കുറേ ഈ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് രൂക്ഷമായിട്ട് ഉസ്താദ് പ്രതികരിച്ച കണ്ടാൽ മുസ്ലിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ അല്ലെങ്കിൽ UDFുമായിട്ട് സഹകരിക്കുന്നതിലൂടെ അവർക്ക് പണ്ട് മാറ്റി നിർത്തപ്പെട്ട രീതിയിൽ അല്ലാതെ അവർക്ക് ഒരു പൊതു സ്വീകാര്യതയല്ല, സമുദായത്തിൻ്റെ അകത്ത് ഒരു സ്വീകാര്യത ലഭിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ സമുദായത്തിൽ സ്വീകാര്യത അവർക്ക് ഉണ്ടാവാൻ നിർവാഹമില്ല. എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് വരെ പണ്ട് പറഞ്ഞവരാണ് ഇപ്പോൾ എലക്ഷന് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അത് ജനങ്ങളിൽ ഒരു സ്വീകാര്യതയ്ക്ക് വഴിയില്ലല്ലോ. അല്ല, ഈ CPM ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തുന്ന രീതിയുണ്ടല്ലോ. എന്ത് പ്രശ്നം വരുമ്പോഴും അതിനെ ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് കൂട്ടിക്കെട്ടുക എന്നുള്ള മാറാട് സംഭവം അത് ജമാഅത്തെ ഇസ്ലാമിയായി അത് ഒരു ബന്ധമില്ലാത്തതാണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാറ്റിനും ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് തന്നെ നിലപാട്, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എല്ലാറ്റിനും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തുക എന്നതിൽ ഞങ്ങളില്ലല്ലോ. ഇല്ല, ഉസ്താദില്ല. പ്രത്യേകിച്ച് CPMൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഏത് പ്രശ്നം ഉണ്ടാകും ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ മതപണ്ഡിതന്മാർ പണ്ടേ ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തിയവരാണല്ലോ, അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല.
ജമാഅത്ത് ഇസ്ലാമി തുടങ്ങുന്ന അന്ന് തന്നെ ഇവിടെയുള്ള മതപണ്ഡിതർ അതിൻ്റെ ഭീഷണിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ അവർ ഭീതവാദികളും ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുമ്പോൾ തീവ്രവാദികളും എന്നാണ്. അപ്പോൾ അതിലൊരു ഇരട്ടത്താപ്പില്ലേ വാസ്തവത്തിൽ? അതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ മുദ്രാവാക്യം തന്നെ മനുഷ്യർക്കൊപ്പം എന്നാക്കാൻ കാരണം. അവിടെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് മറ്റത് നോക്കിയിട്ട് നമ്മുടെ പ്രവർത്തനവും തീരുമാനവും ആകാൻ പാടില്ല. യഥാർത്ഥ മനുഷ്യനിവിടെ ഉണ്ടാവണം, അത് നമ്മൾ പരിശ്രമിക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒരു കക്ഷിയെ എല്ലാ വിഷയത്തിലും പ്രതികളാക്കി തള്ളുകയും മറ്റൊരു കക്ഷിയെ എല്ലാ വിഷയത്തിലും അനുകൂലികളായി അംഗീകരിക്കുകയും ചെയ്യുക എന്ന നയമല്ല ഞങ്ങളുടെ നയം. ഈ ലോകത്തിലെ എല്ലാ മതങ്ങളെയും പറ്റി പറയുമ്പോൾ എല്ലാ മതങ്ങളും കുറേ മതങ്ങൾ കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട്. ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ഒരു കാലത്തിനൊത്ത് മാറിയിട്ടില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം വരുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാലത്തിനൊത്ത് മാറേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇസ്ലാം മാറേണ്ട ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. പൂർണ്ണമാണ് ഇസ്ലാം. അതിന് കാലത്തിനൊത്ത് മാറ്റേണ്ടുന്ന ആവശ്യമില്ല. ഏത് കാലത്തേക്കും അനിവാര്യമായ നിയമങ്ങളും നടപടികളും ഇസ്ലാം നേരത്തെ നിർദ്ദേശിച്ച് അല്ലയും അക്ബൽത്തിലൊക്കും എന്ന ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വ്യത്യാസം വരുമ്പോഴാണ് ഇവിടെ മുജാഹിദും ജമാഅത്തൊക്കെ ആയിട്ട് ആളുകൾ മാറിപ്പോകുന്നത്. ഒരു കാലത്തും ഇസ്ലാമിൻ്റെ നിയമത്തിന് മാറ്റമില്ല, മാറ്റം വരുത്തേണ്ടതുമില്ല.